അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കൊക്കോ ബട്ടറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു കൊക്കോ ബട്ടർ. നമുക്കിതെല്ലാ ഷോപ്പിൽ വാങ്ങിക്കാനും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഇപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു ചേരുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ, ഹോം മെയ്ഡ് കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡിമെയ്ഡ് കൊക്കോ പൗഡറിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിന് നന്നായിട്ട് 1 മണിക്കൂറോളം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബട്ടറൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ ഹോം മെയ്ഡ് കൊക്കോ പൗഡർ ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ പോയി കാണാം. അപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഹോം മെയ്ഡ് കൊക്കോ പൗഡറിൻ്റെ റെസിപ്പി ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ പോയി കാണാം. അപ്പോൾ ഞാൻ മുമ്പ് ഏതൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊക്കോ ബട്ടറിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ഷോപ്പിലും അങ്ങനെ എല്ലാ ഷോപ്പിലൊന്നും കിട്ടാറില്ല. പിന്നെ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ കാണാറുണ്ട്. പക്ഷേ വലിയൊരു ക്വാണ്ടിറ്റി തന്നെ വാങ്ങണം. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി വാങ്ങുമ്പോൾ തന്നെ നല്ല വിലയുണ്ട് ഇതിന്. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബട്ടറൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബട്ടർ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളിതിങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് മാറ്റണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബട്ടർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബട്ടറൊക്കെ ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെല്ലെ എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി, അങ്ങനെ ഹോൾസ് ഒന്നും ഇല്ലാത്ത കോട്ടൺ തുണി ഉണ്ടെങ്കിൽ നമുക്ക് അതിലും ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ബട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർ ഇപ്പോൾ ഞാനിപ്പോൾ സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സെറ്റാക്കി എടുക്കണമെന്നൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് തന്നെ കുറച്ച് നേരം വെക്കുമ്പോൾ സെറ്റായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറ് വൈറ്റ് കളറിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. റെഡിമെയ്ഡ് കൊക്കോ പൗഡർ പോലെ തന്നെ കൊക്കോ ബട്ടർ പോലെ തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു മോൾഡിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഒരു വൈറ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റെഡിമെയ്ഡ് കൊക്കോ ബട്ടർ വാങ്ങുമ്പോൾ ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ വേറെയും കുറച്ച് ബട്ടർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി പോർഷനോളം ക്വാണ്ടിറ്റിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡറിലല്ലേ ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട് ബട്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് റെഡിമെയ്ഡ് ഓൾറെഡി വാങ്ങിയ കൊക്കോ ബട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റെഡിമെയ്ഡ് കൊക്കോ ബട്ടർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് 80 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. 80 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിന് 250 സംതിങ് റേറ്റ് ഉണ്ട്. ഇത്രയും 80 ഗ്രാമിൻ്റെ കൊക്കോ ബട്ടറിന്. അപ്പോൾ സെയിം ആ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു കൊക്കോ ബട്ടർ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.